ഈശോയെ, ഇന്ന് എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തു. ആഹാ, കൊള്ളാലോ. ആരാടി ആള്? റോഷൻ, എന്റെ കോളേജിലെ സീനിയറാ. അവനോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് വേറെ ആളെ ഇഷ്ടമാണ്. വേറെ ആളെ ഇഷ്ടമാണെന്നോ? അതാരാ? അങ്ങനെ ഒരാളെ കുറിച്ച് നീ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അവനതറിയാമോ? ഇനി വൺ സൈഡ് ലവ് ആണോ? അവനറിയാവോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിന്നത് പറയാനാ വന്നത്. അതെ, ആ ആള് ഈശോ തന്നെയാ. ആഹാ, ശരിക്കും? അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു നീ എൻ്റേത് മാത്രമാകുന്നു. ഇതിലൂടെയാണ് ഞാൻ നിന്നെ അറിഞ്ഞത്. This is your heart. ഒരമ്മയുടെ കരുതലിന്റെ താളം പോലെ, ഒരു പിതാവിന്റെ കൈപ്പിടിയിലേക്കുള്ള ക്ഷണം പോലെ ഈശോയുടെ ഹൃദയം അവന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ അറിയാതെ വലിച്ചടിപ്പിക്കും. മനുഷ്യ ഹൃദയത്തെ പ്രണയത്തിലേക്ക് ഉയർത്തുന്ന തിരുഹൃദയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഫ്രാൻസിസ് പാപ്പായുടെ ദിലക്സിറ്റ്നോസ് എന്ന ചക്രീക ലേഖനത്തിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു തിരുഹൃദയം എങ്ങനെയും ജീവിക്കാം.